നമസ്കാരം, KCB ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഹാത്മാ അയ്യങ്കാളിയുടെ 180ാം ജയന്തി ആഘോഷ സമാപ്തിയുടെ ഭാഗമായ വില്ലുവണ്ടി യാത്രയ്ക്ക് കുട്ടനാട്ടിൽ വമ്പിച്ച സ്വീകരണം. ദേശാടന പക്ഷികൾ കരയാറുണ്ട്. കുട്ടനാട്ടിൽ പക്ഷിവേട്ടക്കാർ വെടിവെച്ചിടുന്നത് വംശനാശം നേരിടുന്ന പക്ഷികളെ. സുനാമി ഫണ്ട് വകമാറ്റി ചിലവഴിച്ചതിനെതിരെ NCP പ്രക്ഷോഭത്തിലേക്ക്. ചക്കുളത്തുകാവ് പൊങ്കാല മഹോത്സവം ഭക്തജന പ്രവാഹം തുടരുന്നു. വാർത്തകൾ വിശദമായി. മഹാത്മാ അയ്യങ്കാളിയുടെ 180ാം ജയന്തി ആഘോഷ സമാപ്തിയായ യുഗസ്മൃതി സ്വീകരണവും ശീതങ്കൻ അനുസ്മരണ സമ്മേളനവും പള്ളാത്തുരുത്തിയിൽ നടന്നു. കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. KPMS ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് K. കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ചു. വില്ലുവണ്ടി യാത്രയുടെ സ്വീകരണ ഘോഷയാത്ര ചങ്ങനാശ്ശേരിയിൽ നിന്നും ആരംഭിച്ച് AC റോഡിലെ വിവിധ കേന്ദ്രങ്ങളിൽ നൽകിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് പള്ളാത്തുരുത്തിയിൽ എത്തിയത്. കിടങ്ങറ മുതൽ 50 കേന്ദ്രങ്ങളിൽ മണ്ഡപങ്ങൾ ഒരുക്കിയാണ് ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകിയത്. തുടർന്ന് പള്ളാത്തുരുത്തിയിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ തോമസ് ചാണ്ടി MLA, CK സദാശിവൻ MLA, TJ ആഞ്ചലോസ്, CPM ജില്ലാ സെക്രട്ടറി CB ചന്ദ്രബാബു, BJP ജില്ലാ സെക്രട്ടറി KN സോമൻ, പഞ്ചമി വൈസ് ചെയർമാൻ KK പുരുഷോത്തമൻ, കാട്ടൂർ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ചരിത്രത്തിലെ മനുഷ്യരഹിതമായ ഒരു കാലഘട്ടത്തോട് കണക്ക് തീർത്ത് ഫ്യൂഡൽ അധികാര വ്യവസ്ഥയെ മറികടന്ന് ദേശരാഷ്ട്രത്തിന്റെ ജനാധിപത്യത്തിനും മാനവികതയ്ക്കും വേണ്ടി ത്യാഗപൂർണമായ വിപ്ലവം നയിച്ച യുഗപ്രഭാവനായ മഹാത്മാ അയ്യങ്കാളിയുടെ ഒരു വർഷം നീണ്ടുനിന്ന 180ാം ജയന്തി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് ഈ മാസം 20-ന് കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ യുഗസ്മൃതി നടക്കും. രാഷ്ട്രപതി പ്രണബ് മുഖർജി ഉദ്ഘാടനം ചെയ്യും. KPMS ജനറൽ സെക്രട്ടറി PK രാജൻ അധ്യക്ഷത വഹിക്കും. ബൈജു കലാശാല, പുന്നല ശ്രീകുമാർ, KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല തുടങ്ങിയവർ സംസാരിക്കും. കുട്ടനാട്ടിലെത്തുന്ന ദേശാടന പക്ഷികളെ വേട്ടയാടുന്ന സംഘങ്ങൾ വ്യാപകമാകുന്നു. കഴിഞ്ഞ ദിവസം തായങ്കരി പാടശേഖരത്തിൽ വേട്ടയ്ക്കെത്തിയ പ്രാപ്പിടിയന്മാർ നിരവധി ദേശാടന പക്ഷികളെയാണ് കൊന്നൊടുക്കിയത്. യൂറോപ്പ്, ഓസ്ട്രേലിയ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ചെത്തുന്ന ഗ്ലോഡിബിസ്, ബ്ലാക്ക് ടെയിൽ, ഗോഡ്വിത്ത് ഇനങ്ങളിൽപ്പെട്ട പക്ഷികളാണ് വേട്ടയാടപ്പെട്ടത്. ഏതാനും ദിവസങ്ങൾ മാത്രമേ ഇവ ഒരേ ഏരിയയിൽ തങ്ങുകയുള്ളൂ. KL5B 1314 നമ്പർ അംബാസഡർ കാറിലാണ് തോക്കുമായി സംഘം പക്ഷിവേട്ടയ്ക്കെത്തിയത്. തൃശൂർ, വെറ്റ്ലാൻഡ്, കല്ലറ, എറണാകുളം, കമ്മടക്കുടി എന്നിവിടങ്ങളിലാണ് ഈ പക്ഷികളെ ഇതിനു മുമ്പ് കണ്ടെത്തിയത്. ഇന്റർനാഷണൽ യൂണിയൻ കൺസർവേഷൻ ഓഫ് നേച്ചർ സമീപഭാവിയിൽ വംശനാശം സംഭവിക്കാൻ സാധ്യതയുള്ള പക്ഷികളുടെ പട്ടികയിലാണ് പാട്ടവാലൻ ഗോൾഡ് വിറ്റിനെയും ഗ്ലോസി ഐബിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷിവേട്ടക്കാർക്കെതിരെ അടിയന്തര നടപടിയെടുക്കണമെന്ന് കോട്ടയം നാച്ചുറൽ സൊസൈറ്റി മെമ്പർമാരായ ഡോക്ടർ ജിനേഷ്, ഡോക്ടർ ശ്രീകുമാർ, അനൂപ്, സുനിൽകുമാർ എന്നിവർ ആവശ്യപ്പെട്ടു. സുനാമി ഫണ്ട് വകമാറ്റി ചിലവഴിക്കുന്നതിനെതിരെയും കൃത്യമായ കണക്കുകൾ ഹാജരാക്കണമെന്ന് ഹൈക്കോടതി വിധി പാലിക്കണമെന്നും ആവശ്യപ്പെട്ട് NCP പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഈ മാസം 16 മുതൽ 18 വരെ അരൂരിൽ നിന്നും കരുനാഗപ്പള്ളിയിലേക്ക് തീരദേശ അവകാശ സംരക്ഷണ ജാഥ സംഘടിപ്പിക്കുമെന്ന് തോമസ് ചാണ്ടി MLA വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏറ്റവും വലിയൊരു സംഭവമായിരുന്നു സുനാമി. ആ സുനാമിയുടെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന തീരദേശത്തെ ആളുകൾക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് 1441 കോടി രൂപ 2007 ജനുവരി മാസം ആദ്യം അനുവദിച്ചതാണ്. അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നതുകൊണ്ട് അത് വകമാറ്റി ചെലവഴിച്ചിരിക്കുകയാണ്. 16-ന് വൈകിട്ട് അരൂർ പള്ളി ജംഗ്ഷനിൽ നിന്നും ജാഥ ആരംഭിക്കും. 18-ന് കരുനാഗപ്പള്ളിയിലെത്തുന്ന ജാഥ NCP നടത്തുന്ന കരിമണൽ ഖനന വിരുദ്ധ സമരത്തിൽ പങ്കെടുക്കും. വൈകിട്ട് 6-ന് പ്രാങ്കാമൂട് ജംഗ്ഷനിൽ സമാപിക്കുമെന്നും തോമസ് ചാണ്ടി MLA പറഞ്ഞു. ജാഥ ക്യാപ്റ്റൻ സുൽഫിക്കർ മയൂരി, ജോസ് കാവനാട്, AR സ്റ്റീഫൻ, M സന്തോഷ് കുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചക്കുളത്തുകാവ് പൊങ്കാല മഹോത്സവം ഞായറാഴ്ച.
സേവാഭാരതിയുടെ സേവാകേന്ദ്രങ്ങൾ ചക്കുളത്തുകാവ് കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര പരിസരത്ത് പൊങ്കാല ഇൻഫർമേഷൻ സെന്ററുകളിൽ ക്ഷേത്ര വോളണ്ടിയേഴ്സിനെയും നിർദ്ദേശങ്ങൾ നൽകാൻ 500 മൊബൈൽ ഫോൺ സംവിധാനവും ഏർപ്പെടുത്തി. പൊങ്കാലയുടെ സുഗമമായ നടത്തിപ്പിനും വിപുലമായ ക്രമീകരണങ്ങൾ ക്ഷേത്ര ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്കായി സ്ഥിരം സംവിധാനങ്ങൾക്ക് പുറമെ താൽക്കാലിക സൗകര്യങ്ങളും ഒരുക്കി. കൂടാതെ വിവിധ സാമുദായിക, സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ, സന്നദ്ധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. 3001 വോളണ്ടിയേഴ്സിന്റെ സേവനവും ഇവിടെ ലഭ്യമാണ്. പോലീസ്, KSRTC, ഹെൽത്ത്, ഫയർഫോഴ്സ്, KSEB, വാട്ടർ അതോറിറ്റി, എക്സൈസ്, വാട്ടർ ട്രാൻസ്പോർട്ട്, റവന്യൂ തുടങ്ങി വിവിധ വകുപ്പുകളുടെ ഏകീകരണ സേവനം പത്തനംതിട്ട, ആലപ്പുഴ ജില്ലാ കളക്ടർമാരുടെ മേൽനോട്ടത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. 2000-ൽ പരം പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട്. KSRTC സംസ്ഥാനത്തെ പ്രധാന ഡിപ്പോകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പ്രത്യേക സർവീസുകൾ ആരംഭിക്കും. ഞായറാഴ്ച രാവിലെ 9:30 അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ തുടങ്ങുകയായി. 9 വിളിച്ചുചൊല്ലി പ്രാർത്ഥനയ്ക്ക് ശേഷം ധീരുഭായി അംബാനി ട്രസ്റ്റ് ചെയർപേഴ്സൺ നീത അംബാനി പൊങ്കാലയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ ഭദ്രദീപ പ്രകാശനം നടത്തും. തിരുവല്ല MLA മാത്യു ടി തോമസ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്ര മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി ശ്രീകോവിലിനുള്ളിലെ കെടാവിളക്കിൽ നിന്ന് പകരുന്ന ഭദ്രദീപം പണ്ടാര പൊങ്കാല അടുപ്പിൽ തെളിയിച്ച് പൊങ്കാലയ്ക്ക് തുടക്കം കുറിക്കും. ഇവിടെ നിന്ന് പകർത്തിയ ദീപം 50 കിലോമീറ്ററോളം ചുറ്റളവിൽ പൊങ്കാല അടുപ്പുകളിലേക്ക് എത്തും. 12 മണിയോടെ ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ തിരുമേനിയുടെ നേതൃത്വത്തിൽ 38 ജീവതകൾ എഴുന്നള്ളിച്ച് 500-ൽ പരം പുരോഹിതന്മാർ നിവേദ്യത്തിന് കാർമ്മികത്വം വഹിക്കും. നീരേറ്റുപുറം മുതൽ ചെങ്ങന്നൂർ വരെയും, തിരുവല്ല ചങ്ങനാശ്ശേരി റോഡിൽ മുത്തൂർ വരെയും, കൊടിയാടി മാവേലിക്കര റോഡിൽ മാന്നാർ വരെയും, നീരേറ്റുപുറം അമ്പലപ്പുഴ റോഡിൽ കേളമംഗലം വരെയും, എടത്വായിൽ നിന്ന് വിയപുരം, കിടങ്ങറ, തായങ്കിരി എന്നിവിടങ്ങളിലേക്കുള്ള റോഡുകളിലും, തിരുവല്ല അമ്പലപ്പുഴ റോഡിൽ നീരേറ്റുപുറം പാലം മുതൽ കൊടിയാടി വരെയും, കിടങ്ങറ റൂട്ടിലും കായംകുളം റോഡിൽ മാന്നാർ വരെയും, MC റോഡിൽ കുട്ടൂർ മുതൽ മുത്തൂർ വരെയും, TK റോഡിൽ മനക്കച്ചിറ വരെയും പൊങ്കാല അടുപ്പുകൾ കൂട്ടുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈകിട്ട് കാർത്തിക സ്തംഭം കത്തിക്കൽ UN വിദഗ്ധ സമിതി ചെയർമാൻ ഡോക്ടർ CV ആനന്ദബോസ് IAS നിർവഹിക്കും. കുട്ടനാട് MLA തോമസ് ചാണ്ടിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്ര മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തും. BJP ദക്ഷിണ മേഖലാ പ്രസിഡന്റ് KR പ്രതാപചന്ദ്ര വർമ്മ വിശിഷ്ട അതിഥിയായിരിക്കും. RSS ശബരിഗിരി ജില്ലാ സംഘ ചാലക് പ്രൊഫസർ N. രാജശേഖരൻ നായർ മുഖ്യ പ്രഭാഷണം നടത്തും. പഞ്ചായത്ത് മെമ്പർമാരായ സുഷമ സുധാകരൻ, T. പ്രസന്നകുമാരി, KL ബിന്ദു, KR രാധാകൃഷ്ണപിള്ള, മെമ്പർമാരായ MS പ്രതാപൻ, ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റർ അഡ്വക്കേറ്റ് KK ഗോപാലകൃഷ്ണൻ നായർ, മാന്നാർ അബ്ദുൾ ലത്തീഫ്, രമേശ് ഇളമൻ, ജെയിംസ് ചുങ്കത്തിൽ, അഡ്വക്കേറ്റ് D. വിജയകുമാർ, സെക്രട്ടറി സന്തോഷ് ഗോകുലം എന്നിവർ ആശംസകൾ അർപ്പിക്കും. KCV-യിലും യൂട്യൂബ് വഴി ഓൺലൈനിലും ചക്കുളത്തുകാവ് പൊങ്കാലയുടെ തത്സമയ സംപ്രേഷണം ഉണ്ടായിരിക്കും. കോട്ടയം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ നിന്ന് പത്രപ്രവർത്തകേതര ജീവനക്കാരുടെ പെൻഷൻ വിതരണം തുടങ്ങിയതായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ അറിയിച്ചു. കോട്ടയം ജില്ലയിലെ വിവിധ നഗരാസൂത്രണ പദ്ധതികൾ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് സർവേ ജോലികൾക്കായി സർവേയർ, ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ITI, ITC യോഗ്യതയുള്ളവരെ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. താൽപര്യമുള്ളവർ നാഗമഠം സെന്റ് ആന്റണീസ് കോംപ്ലക്സിലെ ജില്ലാ ടൗൺ പ്ലാനറുടെ കാര്യാലയത്തിൽ എത്തണം. കോട്ടയം ജില്ലയിൽ വിവിധ വകുപ്പുകളിൽ LD ക്ലർക്ക്, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ്സ്മാൻ തസ്തികകളിലേക്കുള്ള സാധ്യതാ പട്ടികകൾ PSC പ്രസിദ്ധീകരിച്ചു. ലിസ്റ്റ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ പരിശോധിക്കാം. ഫിഷറീസ് വകുപ്പിന്റെ സഞ്ചാരയോഗ്യമല്ലാത്ത കുട്ടനാടൻ കായൽ പട്രോൾ ബോട്ട് ഡിസംബർ 27 ഉച്ചയ്ക്ക് 12 ലേലം ചെയ്യും. ബോട്ടിനെപ്പറ്റി കൂടുതൽ വിവരം അറിയാൻ കോട്ടയം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസുമായോ വൈക്കം ഫിഷറീസ് ഇൻസ്പെക്ടർ ഓഫീസുമായോ ബന്ധപ്പെടുക. കുളമ്പ് രോഗം പിടിപെട്ട കന്നുകാലികൾക്ക് ജീവഹാനി സംഭവിക്കാതിരിക്കാനും രോഗം പടരാതിരിക്കാനും അടിയന്തര സാഹചര്യം നേരിടാനും യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര വ്യോമയാന സഹമന്ത്രി KC വേണുഗോപാൽ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കുളമ്പ് രോഗ പ്രതിരോധ നടപടികൾ വിലയിരുത്താൻ കളക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിൽ അധ്യക്ഷം വഹിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടനാട് താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ ഈ വർഷത്തെ ബാലോത്സവം നെടുമുടിയിൽ നടന്നു. ഗ്രന്ഥശാലകളിൽ പ്രവർത്തിക്കുന്ന ബാലവേദിയാണ് കുട്ടികൾക്കായി ബാലോത്സവം സംഘടിപ്പിച്ചത്. നെടുമുടി കൊട്ടാരം NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മത്സരങ്ങൾ നെടുമുടി നായർ സമാജം സ്കൂൾ മാനേജർ ഡോക്ടർ K. ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ അടിസ്ഥാനത്തിൽ ഒരു നല്ല മത്സരം നടക്കുന്നുണ്ട്. അവിടെ പല ജില്ലകളിൽ നിങ്ങൾക്ക് പറയുമ്പോൾ ഒരു 40-45 പേര് കാണുമായിരിക്കും. അവിടെയൊക്കെ നിങ്ങൾ നല്ല സമ്മാനങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്യാഷ് അവാർഡും നല്ല നല്ല സമ്മാനങ്ങളും കൊടുക്കും. അതും നമ്മുടെ ആഭിമുഖ്യത്തിൽ തന്നെയാണ് നടത്തുന്നത്. ഇതൊരു പ്രാഥമിക ഘട്ടം എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളിവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഞങ്ങൾക്കൊന്നും സമ്മാനം കിട്ടിയില്ല എന്നുള്ളതൊന്നും നിരാശപ്പെടും. ഇതൊരു വളരെ പ്രധാനപ്പെട്ട പത്രത്തിൽ കൂടി സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ റിപ്പോർട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങളെ എല്ലാവർക്കും പറയും. താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് G. മുകുന്ദൻപിള്ള അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം നാരായണ പണിക്കർ, K. മാധവൻകുട്ടി, ജോസ് K. വെട്ടിയിൽ, G. ബാലകൃഷ്ണ പണിക്കർ, KG. മോഹനൻപിള്ള തുടങ്ങിയവർ സംസാരിച്ചു. കാവാലം ദേശീയ വായനശാലയിൽ നിന്നെത്തിയ ഗൌരി ശങ്കരി ജൂനിയർ പ്രസംഗ മത്സരത്തിൽ ഒന്നാമതെത്തി. സീനിയർ വിഭാഗത്തിൽ ജൂബിൻ YMPSC മങ്കൊമ്പും വിജയിച്ചു.
കിസ് സീനിയർ ജൂനിയർ വിഭാഗങ്ങളിൽ YMPACയിലെ വിദ്യായസ്, വിശാഖ് എന്നിവർ ഒന്നാമതെത്തി. കാർഷിക വ്യാവസായിക പ്രദർശനത്തിന്റെ സ്വാഗത സംഘം ജനറൽ ബോഡി യോഗം ഡിസംബർ 16 വൈകിട്ട് 4:30 SDV സ്കൂൾ ഗ്രൗണ്ടിലെ പവനിയിൽ ചെയർമാൻ കൂടിയായ ആലപ്പുഴ ജില്ലാ കളക്ടർ N. പത്മകുമാറിന്റെ അധ്യക്ഷതയിൽ ചേരും. ഡിസംബർ 21 മുതൽ ആലപ്പുഴ SDV ഗ്രൗണ്ടിൽ നടക്കുന്ന കാർഷിക വ്യാവസായിക പ്രദർശനത്തോടനുബന്ധിച്ച് ഡിസംബർ 22 രാവിലെ 10 സെമിനാർ സംഘടിപ്പിക്കും. കുട്ടനാടിന്റെയും അനുബന്ധ മേഖലയുടെയും പുരോഗതിക്കായി ആരംഭിച്ച കുട്ടനാട് പാക്കേജ് സംബന്ധിച്ചാണ് സെമിനാർ. ഫോണിലോ നേരിട്ടോ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് പ്രവേശനം സൗജന്യമായിരിക്കും. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ആലപ്പുഴ ജില്ലയിൽ ഏറ്റെടുക്കാൻ കഴിയുന്ന പദ്ധതികളുടെ സാധ്യതകൾ വിലയിരുത്താനും ജില്ലാതല ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി ആലപ്പുഴയിൽ ശില്പശാല നടത്തി. ദേശീയ സമ്പാദ്യ ഭവൻ ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതിഭാഹരി ആധ്യക്ഷം വഹിച്ചു. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെയും ഗവൺമെന്റ് ആശുപത്രികളിലെയും മരുന്ന് ക്ഷാമം പരിഹരിക്കാൻ KSDPയിൽ നിർമ്മിക്കുന്ന മരുന്നുകൾ സർക്കാർ ഏറ്റെടുത്ത് വിതരണം ചെയ്യണമെന്ന് ജനാധിപത്യ സംരക്ഷണ സമിതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. അഡ്വക്കേറ്റ് PK പവിത്രൻ അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ 21ാമത് ചമ്പക്കുളം പഞ്ചായത്ത് വാർഷികം നടന്നു. ചമ്പക്കുളം SHUP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ജോജി ഉദ്ഘാടനം ചെയ്തു. തയ്യൽ തൊഴിലാളികൾ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മളൊരു 125 വർഷം കൊണ്ട് നമ്മൾ നേടിയെടുത്ത അവകാശങ്ങൾ ഒട്ടും പുറകോട്ട് പോകാതെ ഇനിയും നമുക്ക് നേടിയെടുക്കാനുള്ള എല്ലാ സംഘടനാപരമായി പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ സഹായിക്കുമാറാകട്ടെ. KSTA പ്രസിഡന്റ് A. ശശിധരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് AP മോഹനൻ, മറിയക്കുട്ടി തോമസ്, KM വർഗീസ്, ഇന്ദിരാമ്മ തുടങ്ങിയവർ സംസാരിച്ചു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും തൊഴിൽ ദൌർലഭ്യവും കണക്കിലെടുക്കുമ്പോൾ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലോചിതമായി വർദ്ധിപ്പിക്കണം. സ്വയം തൊഴിൽ ചെയ്ത് നിത്യജീവിതം നടത്തുന്ന തയ്യൽ തൊഴിലാളികളെ മാറി മാറി വരുന്ന സർക്കാരുകൾ അവഗണിക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. KSTA ആലപ്പുഴ ജില്ലാ സമ്മേളനം 22, 23 തീയതികളിൽ ആലപ്പുഴയിൽ നടക്കും. കൈനകരി ആറ്റുവാത്തല സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് M നേതൃത്വം നൽകുന്ന ജനാധിപത്യ സഹകരണ മുന്നണിക്ക് വിജയം. 12ൽ 8 സീറ്റുകൾ നേടിയാണ് വിജയം കൈവരിച്ചത്. തുടർന്ന് നടന്ന യോഗത്തിൽ ചെയർമാൻ ജെയിംസ് മാമ്പ്ര അധ്യക്ഷത വഹിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് അംശാദായം സ്വീകരിക്കുന്നതിന് ഡിസംബർ 17 പ്രാമടം ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്താനിരുന്ന സിറ്റിംഗ്
പ്രമാണം YMCA ഹാളിലേക്ക് മാറ്റിയതായി പത്തനംതിട്ട വെൽഫെയർ ഫണ്ട് ഓഫീസർ അറിയിച്ചു. പത്തനംതിട്ട കേന്ദ്ര വിദ്യാലയത്തിന്റെ 4ാം വാർഷിക ദിനാഘോഷം ഡിസംബർ 18 നടക്കും. ഓമല്ലൂർ മുള്ളനിക്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയപള്ളി പാരിഷ് ഹാളിൽ വൈകിട്ട് 5 ചേരുന്ന സമ്മേളനത്തിൽ പത്തനംതിട്ട ജില്ലാ കളക്ടറും വിദ്യാലയ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാനുമായ പ്രണബ് ജ്യോതിനാഥ് മുഖ്യ അതിഥിയാകും. അസിസ്റ്റന്റ് കളക്ടർ PB നൂഹ് സമ്മാനദാനം നിർവഹിക്കും. കേരള പ്രവാസി സംഘം കുട്ടനാട് ഏരിയ കൺവെൻഷൻ മങ്കൊമ്പിൽ നടന്നു. മങ്കൊമ്പ് ചെത്തുതൊഴിലാളി യൂണിയൻ ഓഫീസിൽ നടന്ന കൺവെൻഷൻ കേരള പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി R. ശ്രീകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. ആ വിദേശ രാജ്യങ്ങളിൽ പണിയെടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, തന്റേതല്ലാതായ ചെറിയ കുറ്റങ്ങൾ കൊണ്ട് ചില പെറ്റി കേസുകളിൽ, ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളിലെല്ലാം അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ആളുകൾ അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവിടുത്തെ ശിക്ഷ, അവിടുത്തെ ജയിലറകളിൽ കിടക്കുകയാണ് പല ആളുകൾ. പക്ഷെ അവർക്ക് ആവശ്യമായ നിയമസഹായം കൊടുക്കുവാനോ അല്ലെങ്കിൽ നിയമസഹായം കൊടുത്തുകൊണ്ട് അവരെ അതിൽ നിന്നെല്ലാം മോചിപ്പിച്ച് അവർക്ക് അവിടെ അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാൻ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിനോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിനോ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നാട്ടിൽ തിരികെ വന്ന ആളുകൾ നമ്മുടെ പത്രക്കാരുമായിട്ടെല്ലാം സംവാദം ചെയ്തപ്പോൾ അവർ പറഞ്ഞത് അവിടെ ഒളിവിലിരിക്കുകയാണ്. വലിയ വീടുകളിൽ, വലിയ അകത്തളങ്ങളിലുള്ള, അതായത് വലിയ ദൂരങ്ങളിലുള്ള സ്ഥലങ്ങളിൽ, ടൗണിൽ നിന്നെല്ലാം വിട്ടുമാർ 100 കിലോമീറ്ററും 200 കിലോമീറ്ററും എല്ലാം ദൂരങ്ങളിൽ ഉള്ള വീടുകളിൽ ഒളിച്ചിരിക്കുകയാണ് ആളുകൾ. ആലപ്പുഴ ജില്ലാ സെക്രട്ടറി KN മോഹൻകുമാർ, പ്രസിഡന്റ് ഷാഹുൽ ഹമീദ്, KK രാജേന്ദ്രൻ, PV ശിവൻ, രഘുവരൻ തുടങ്ങിയവർ സംസാരിച്ചു. സർട്ടിഫിക്കറ്റ് സാക്ഷ്യപ്പെടുത്തുന്നതിന് നോർക്ക റൂട്ട്സിന്റെ സിറ്റിംഗ് ഡിസംബർ 20 രാവിലെ 10 മുതൽ 1 വരെ പത്തനംതിട്ട കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തും. HRD സാക്ഷ്യപ്പെടുത്തി നൽകുന്നതിനോടൊപ്പം UAE, കുവൈറ്റ് എംബസികൾ സാക്ഷ്യപ്പെടുത്താനുള്ള അപേക്ഷകളും സ്വീകരിക്കും. സാക്ഷ്യപ്പെടുത്തേണ്ടവർ അസൽ സർട്ടിഫിക്കറ്റുകൾക്കൊപ്പം SSLC മുതലുള്ള സർട്ടിഫിക്കറ്റുകളുടെ മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള അസൽ പകർപ്പ്, സാധുവായ അസൽ പാസ്പോർട്ട്, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം ഹാജരാകണം. കേന്ദ്ര സർക്കാരിന്റെ 13ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം 100% കേന്ദ്രാവിഷ്കൃതമായ സംസ്ഥാന ജില്ലാതലത്തിൽ സ്ഥിതിവിവരക്കണക്ക് സമ്പ്രദായം മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതി നടപ്പാക്കുന്നതിന് വിവിധ സർവേകളുടെ വിവരശേഖരണത്തിനായി താൽക്കാലിക അടിസ്ഥാനത്തിൽ പത്തനംതിട്ട ജില്ലയിൽ ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് വകുപ്പ് എന്യൂമറേറ്റർമാരെ തെരഞ്ഞെടുക്കുന്നു. താൽപര്യമുള്ളവർ ജില്ലാ ഓഫീസിൽ ഡിസംബർ 19 രാവിലെ 10 മണിക്ക് നടക്കുന്ന ഇന്റർവ്യൂവിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടണം. ഹരിപ്പാട് അമ്പലപ്പുഴ മേഖലയിൽ നിലവിലുള്ള 2 റെയിൽവേ ലെവൽ ക്രോസുകൾ മാറ്റി അവിടെ അടിപ്പാതകളുടെ നിർമ്മാണം 2014 ജനുവരിയിൽ തുടങ്ങുമെന്ന് കേന്ദ്ര വ്യോമയാന സഹമന്ത്രി KC വേണുഗോപാൽ അറിയിച്ചു. കളക്ടറേറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന യോഗത്തിൽ അധ്യക്ഷം വഹിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ ജില്ലാ അഗ്രി ഹോർട്ടികൾച്ചറൽ സൊസൈറ്റി, SD കോളേജ് ബോട്ടണി വിഭാഗം, കൃഷിവകുപ്പ് എന്നിവ സംയുക്തമായി സംഘടിപ്പിക്കുന്ന കാർഷിക വ്യാവസായിക പ്രദർശനം 2013 ഡിസംബർ 21 വൈകിട്ട് 5 ആലപ്പുഴ SDV സ്കൂൾ ഗ്രൗണ്ടിൽ കേന്ദ്ര വ്യോമയാന സഹമന്ത്രി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. പവലിയൻ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതിഭ ഹരി നിർവഹിക്കും. ആലപ്പുഴ നഗരസഭാധ്യക്ഷ മേഴ്സി ഡയനോ മാസിഡോ അധ്യക്ഷത വഹിക്കും. ആലപ്പുഴ ചിറപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വ്യാപാരോത്സവം തിങ്കളാഴ്ച ആരംഭിക്കും. ഈ മാസം 26 വരെ ആലപ്പുഴ നഗരചത്വരത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആലപ്പുഴ ചിറപ്പ്, അതുപോലെ മുല്ലയ്ക്കൽ ചിറപ്പും, അതുപോലെ നമ്മുടെ ക്രിസ്മസ് ആഘോഷം, കിടങ്ങാനപ്പുറം ഉത്സവം, ഇതെല്ലാം പ്രമാണിച്ച് ഒരു ദേശീയ ഉത്സവത്തിൻ്റെ പ്രതിനിധിയാണ് നമ്മുടെ ആലപ്പുഴയിലുള്ളതെന്നൊക്കെ അറിയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വ്യാപാരികളുടെ കേരളത്തിലും മറ്റ് പ്രദേശങ്ങളിലുള്ള വ്യാപാരികളുടേതായിട്ടൊരു വ്യവസായ ഉത്സവമായിട്ടാണ് ഞങ്ങൾ നഗരത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. അവിടെ 10-70ഓളം സ്റ്റാളുകളിൽ ഇതായിട്ടുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ അവിടെ വിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും സാംസ്കാരിക ഉത്സവം എന്ന രൂപത്തിലേക്കുള്ള ഒരു പരിപാടി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കലാപരിപാടികളും അതുപോലെ ചിലരെ ആദരിക്കൽ, പ്രധാനപ്പെട്ട ആൾക്കാരെ ആദരിക്കൽ പരിപാടിയൊക്കെ എല്ലാ വൈകുന്നേരവും സായാഹ്നത്തിൽ ആൾക്കാർക്കെല്ലാം കുടുംബസമേതം വന്ന് കാണാനും ആസ്വദിക്കാനും കഴിയുന്ന രൂപത്തിലൊരു പരിപാടിയും ഞങ്ങൾ ഇതിനകത്ത് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. വ്യാപാരികൾ, നമ്മുടെ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് ആലപ്പുഴ ജില്ല ഒരു പരമ്പരാഗത വ്യവസായങ്ങളുടെ ജില്ലയാണ്. പരമ്പരാഗത വ്യവസായത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുണ്ടായിട്ടുള്ള പ്രതിസന്ധി തിങ്കളാഴ്ച വൈകിട്ട് 5 വ്യവസായി VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്യും. AM ആരിഫ് MLA മുഖ്യാതിഥിയായിരിക്കും. എല്ലാ ദിവസവും സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിക്കും. വിവിധ സ്റ്റാളുകൾക്ക് പുറമെ കാർണിവൽ, അമ്യൂസ്മെന്റ് പാർക്ക്, ഭക്ഷ്യമേള, ആർട്ട് ഗ്യാലറി, കലാപരിപാടികൾ എന്നിവയും നടക്കും. 26 വൈകിട്ട് 5 നടക്കുന്ന സമാപന സമ്മേളനം VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. സംവിധായകൻ വിനയനെ ചടങ്ങിൽ ആദരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്വാഗത സംഘം ചെയർമാൻ R നാസർ, O അഷറഫ്, TV ബൈജു, ഷാജിമോൻ, PJ കുര്യൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
പുഞ്ച സീസണിൽ വിളവിറക്കിയിട്ടുള്ള നെൽകർഷകർ സപ്ലൈകോ മുഖാന്തരം നെല്ല് സംഭരിക്കുന്നതിനായി ഡിസംബർ 31 ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം. www.supplycopadi.com എന്ന വിലാസത്തിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. കൂടുതൽ വിവരം അതത് കൃഷിഭവനുകളിൽ നിന്ന് ലഭിക്കുമെന്ന് മങ്കൊമ്പ് സപ്ലൈകോ പാടി മാർക്കറ്റിംഗ് ഓഫീസർ അറിയിച്ചു. മുസ്ലിം എംപ്ലോയീസ് കൾച്ചറൽ അസോസിയേഷൻ ആലപ്പുഴ മേഖലാ സമ്മേളനം നടന്നു. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളുടെ സമ്മേളനമാണ് ലജനത്തൽ മുഹമ്മദ് സ്കൂളിൽ നടന്നത്. അഡ്വക്കേറ്റ് എം ആരിഫ് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുഖ്യധാര വാർത്താ മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും അച്ചടി മാധ്യമങ്ങളിലൂടെ വരുന്നതാണ് ഏറിയ പങ്കും ആളുകൾ വായിക്കുന്നത്. അത് കാര്യം ഒരു അനുഷ്ഠാനം പോലെ നമ്മുടെ രാവിലെ ദിനചര്യയുടെ ഭാഗമായി നമ്മളത് കൊണ്ടു നടന്നോ എങ്ങനെയെങ്കിലുമൊക്കെയോ വായിച്ച് ആ കടമ നിർവഹിക്കുന്നവരായതുകൊണ്ട് നമുക്ക് അവിടുന്ന് കിട്ടുന്ന വിവരങ്ങളായിരിക്കും. പക്ഷെ ആ മാധ്യമങ്ങൾക്കെല്ലാം ഉള്ള അവരുടേതായ താല്പര്യങ്ങൾ മുൻനിർത്തിയുള്ള വാർത്തകളായിരിക്കും നമുക്ക് ലഭിക്കുക. അതിനെ ആശ്രയിച്ച് മാത്രം പറയാൻ പോയാൽ ഒരു പക്ഷേ നമ്മൾ പറയുന്നതിലും ധാരാളം പിശകുകൾ കടന്നുകൂടാൻ ഇടയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് മെക്ക അതിൻ്റെ ആധികാരികമായ തെളിവുകളുടെ പിൻബലത്തോടുകൂടി പറയുന്ന കാര്യങ്ങൾ ഞങ്ങളൊക്കെ ഉപയോഗിക്കാൻ ഇട നൽകുന്നത്. മെക്ക സംസ്ഥാന പ്രസിഡന്റ് M അലിയാരുകുട്ടി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി NK അലി പ്രമേയാവതരണം നടത്തി. A ഷുക്കൂർ, അഡ്വക്കേറ്റ് A പൂക്കുഞ്ഞ്, അഡ്വക്കേറ്റ് K നജീബ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മുസ്ലിം പ്രാതിനിധ്യം പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ എന്ന വിഷയത്തിൽ പൊതുസമ്മേളനവും സെമിനാറും നടന്നു. മുല്ലയ്ക്കൽ കിടങ്ങാമ്പറമ്പ് ചിറപ്പ് മഹോത്സവത്തിനായി ആലപ്പുഴ ഒരുങ്ങി. ആലപ്പുഴ നഗരത്തിന് ഉത്സവ ദിനരാത്രങ്ങൾ സമ്മാനിക്കുന്ന ചിറപ്പ് മഹോത്സവത്തിന് അവസാനവട്ട ഒരുക്കത്തിലാണ് ആലപ്പുഴ. 11 ദിവസം നീണ്ടുനിൽക്കുന്ന മഹോത്സവത്തിനാണ് ആലപ്പുഴ സാക്ഷിയാവുന്നത്. മുല്ലയ്ക്കൽ കിടങ്ങാമ്പറമ്പ് റോഡിൽ കൊടിതോരണങ്ങളും ഗോപുരങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ചമ്പക്കുളം പടിപ്പുരയ്ക്കൽ ശ്രീ കാർത്തിയായനി ദേവി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം ഞായറാഴ്ച സമാപിക്കും. തൃക്കാർത്തിക മഹോത്സവം ഡിസംബർ 7 ആരംഭിച്ചത്. ഇതോടനുബന്ധിച്ച് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം, മഹാഗണപതി ഹോമം, ശ്രീമദ് നാരായണീയ പാരായണം, പറക്കെഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ഞായറാഴ്ചയാണ് തൃക്കാർത്തിക വിളക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പരിമിതികൾ മറികടന്ന് കൂടുതൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ചേർത്തല നഗരസഭ പുതുതായി നിർമ്മിച്ച ടൗൺ ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പരിമിതികളുണ്ട്. അതിനപ്പുറമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും വിഭവസമാഹരണം നടത്താനും പ്രാപ്തമാകണം. അങ്ങനെയായാൽ വികസനം എളുപ്പമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി ചരമവാർത്തകൾ. എടത്വ മാറാട്ടുകളത്തിൽ മേരിക്കുട്ടി നിര്യാതയായി. 76 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 3 എടത്വ സെന്റ് ജോർജ് ഫൊറാനോ ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഹാത്മാ അയ്യങ്കാളിയുടെ 180ാം ജയന്തിയാഘോഷ സമാപ്തിയുടെ ഭാഗമായ വില്ലുവണ്ടി യാത്രയ്ക്ക് കുട്ടനാട്ടിൽ വമ്പിച്ച സ്വീകരണം. ദേശാടന പക്ഷികൾ കരയാറുണ്ട്. കുട്ടനാട്ടിൽ പക്ഷിവേട്ടക്കാർ വെടിവെച്ചിടുന്നത് വംശനാശം നേരിടുന്ന പക്ഷികളെ. സുനാമി ഫണ്ട് വകമാറ്റി ചിലവഴിച്ചതിനെതിരെ NCP പ്രക്ഷോഭത്തിലേക്ക്. ചക്കുളത്തുകാവ് പൊങ്കാല മഹോത്സവം ഭക്തജന പ്രവാഹം തുടരുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.